ഹായ് വെൽക്കം ബാക്ക് എവരിവൺ. ദിസ് ഈസ് റാഷിദ് ഫ്രം മോട്ടീവ്സ് അക്കാഡമി ചെറുപ്പശ്ശേരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇമേജ് സ്ലൈഡറിൻ്റെ ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അസൈൻമെൻറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെക്കൻഡ് അസൈൻമെൻ്റ് ആയ പ്രോഗ്രസ് ബാർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോഗ്രസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. അത് ഓർഡർ ആയിട്ടുണ്ടെങ്കിൽ ഓർഡറിന് കാണാൻ വേണ്ടി പറ്റും. ഷിപ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഓർഡർ ചെയ്ത സാധനം നമുക്ക് ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊറിയറായിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിപ്ഡ് എന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ ഡെലിവറി ആണെന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രസ് ബാർ നമ്മൾ എല്ലാവർക്കും പരിചിതമായിരിക്കും. അങ്ങനെ ഒരു പ്രോഗ്രസ് ബാർ എങ്ങനെയാണ് നമ്മളുടെ HTML ഉം CSS ഉം യൂസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇനിഷ്യൽ ഒരു സ്റ്റാർട്ടിംഗ് ലെവല് പ്രോഗ്രസ് ബാറാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്താണ് ഓരോന്ന് ടിക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ചെക്ക് ബോക്സിൽ ഓരോന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രസ് ബാർ മാറുന്നതായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡെലിവർ ആണോ, ഡെലിവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി വരെ അതുണ്ടാവും പ്രോഗ്രസ് ബാർ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഷിപ്ഡ് ആണെങ്കിൽ ഷിപ്ഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു ഷിപ്ഡ് വരെ നമുക്ക് എന്താണ് ആ പ്രോഗ്രസ് ബാർ കാണാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള പ്രോഗ്രസ് ബാർ നമ്മളിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ഇത് ഓർഡർ എന്ന് വന്നിട്ട് കാണിക്കും. ഇപ്പോൾ ഞാനിവിടെ 1 2 3 4 എന്ന് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടാസ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരികയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഫോമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പാകത്തിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോമിൽ നമ്മളെന്താണ് ഓരോ ചെക്ക് ബോക്സ് വെക്കും. അത് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ മാറി വരുന്നതായിരിക്കും. സോ ഇവിടെ ഞാൻ നെക്സ്റ്റ് ബട്ടൺ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇവിടെ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് പോകാൻ നമുക്കൊന്നുമില്ല. സോ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ് ഒരു അനിമേഷനിലൂടെ എന്താണ് പ്രോഗ്രസ് ബാർ 2ലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് റൗണ്ട് വീണിട്ടുണ്ട്. ഇതിന് നമ്മളൊരു അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എന്തായിട്ടുണ്ട്, പ്രീവിയസ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി പ്രീവിയസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും തിരിച്ചു പോയി പ്രീവിയസ് ഡിസേബിളായി. നമുക്ക് ഇനി ക്ലിക്ക് ചെയ്യാനൊന്നും കഴിയില്ല, ഒരു എഫക്റ്റ് അതിൽ വരില്ല. അതുപോലെ ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2ലേക്ക് എന്ത് ചെയ്തു, പ്രോഗ്രസ് ബാർ വന്നു. ഇനി 3ലേക്ക് എന്താണ് ആ പ്രോഗ്രസ് ബാർ വന്നു. 4ലേക്ക് ആ പ്രോഗ്രസ് ബാർ വന്നു. 4 ആണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത്. സോ അവിടെ എന്തായിരിക്കും, ഡെലിവേർഡ് ആയിരിക്കും. സോ എന്താണ് പിന്നീട് അവിടെ ഒരു നെക്സ്റ്റ് ഇല്ല, നെക്സ്റ്റ് ഡിസേബിൾഡ് ആയി. അപ്പോൾ പ്രീവിയസ് എന്താണ് എനേബിൾ ആണ്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് എന്ത് ചെയ്തു, എനേബിൾ ആയി. രണ്ടും എനേബിൾ ആയി. കാരണം രണ്ടിനും ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, തിരിച്ചു വരാനും തിരിച്ചു പോകാനും കഴിയുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രസ് ബാർ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നമ്മളുടെ HTML-ൻ്റെ ബേസിക് സ്ട്രക്ചർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ എന്ത് പറഞ്ഞു, HTML എന്ന് പറഞ്ഞു, ഹെഡ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് പറഞ്ഞു, ടൈറ്റിൽ എന്ന് പറഞ്ഞു. ടൈറ്റിലിൽ ഞാൻ പ്രോഗ്രസ് ബാർ എന്ന് എഴുതി. ഇനി ടൈറ്റിലും ഹെഡും കഴിഞ്ഞതിന് ശേഷം നമുക്കെന്താണ് നമ്മളുടെ ബോഡി കണ്ടൻറ്റ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ബോഡി കണ്ടൻറ്റ് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. ബോഡി കണ്ടൻറ്റ് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്താണ്, നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ബോഡിയുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിവിഷൻ ഇട്ടിട്ട് അതിനൊരു മെയിൻ കണ്ടെയ്നർ ആക്കുന്നുണ്ട്. അതാണ് ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ പറഞ്ഞു. സോ ഈ ഡിവിഷൻ്റെ ഉള്ളിലായിരിക്കും നമ്മളുടെ ഏത് കോഡും ഏത് പ്രൊജക്റ്റിൻ്റെ കോഡും നമ്മൾ എഴുതുക. സോ നമുക്കതിനെ ജസ്റ്റ് എന്താണ്, ഞാനൊരു ക്ലാസ് കൊടുക്കുകയാണ്. നമ്മളതിനെ കണ്ടെയ്നർ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് കൊടുത്തു. ഇനി നമുക്കെന്താണ് ഈ 1 2 3 4 എന്ന് പറയുന്ന ഈ ഓരോ ഡിജിറ്റ്സിനെയും നമുക്കെന്താണ് നമ്മളുടെ ബ്രൗസറിൽ ആദ്യം കാണിക്കണം. പിന്നെ ഈ 2 ബട്ടനെയും നമുക്കെന്താണ് നമ്മളുടെ വെബ് ബ്രൗസറിൽ കാണിക്കണം. സോ ഞാനിത് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു HTML ഞാൻ എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ക്ലോസ് ചെയ്തു. ഇനി നമ്മളെന്താണ് ഇവിടെ ഗോ ലൈവ് എന്ന് പറയുന്ന ഈ ഒരു സെർവർ ഓപ്പൺ ആക്കി. നമ്മളെ സെർവർ ഓപ്പൺ ആയിട്ടുണ്ട്. index.html പ്രോഗ്രസ് ബാറിൽ ഇതാണ് നമ്മളുടെ IP അഡ്രസ്സ്. 550 നമ്മളുടെ പോർട്ട് റൺ ആയിട്ടുണ്ടെന്ന് കാണിച്ചു. ഇനി കണ്ടെയ്നറിൽ
നമുക്ക് വേണ്ടത് ഓരോ ഡിവിഷനെയും നമുക്ക് എന്താണ് ഓരോ 1 2 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇവിടെ ഇപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരണം. പക്ഷെ നമുക്ക് എന്താണ് ഇങ്ങനെ പ്രിന്റ് ചെയ്യല്ല വരേണ്ടത്. ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിവിഷൻ്റെ ഉള്ളിലിടണം. ആ ഡിവിഷനൊക്കെ ക്ലാസ് വേണമെങ്കിൽ ക്ലാസ് കൊടുക്കണം, ID വേണമെങ്കിൽ ID കൊടുക്കണം. ക്ലാസ് കൊടുക്കുന്നത് നമ്മൾ എന്തിനാണ്, ജാവാസ്ക്രിപ്റ്റിനെ ആക്സസ് ചെയ്യാനും ക്ലാസ് കൊടുക്കും. പിന്നെ HTML അനിമേഷൻസിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് കൊടുക്കും, അത്തരത്തിലുള്ള ക്ലാസ്സുകളും ID-കളും നമ്മൾ കൊടുക്കുന്നതാണ്. സോ നമുക്കെന്താണ് ഇവിടെ ഞാൻ നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ സാമ്പിൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് 1 2 3 വേണം. ഫസ്റ്റ് ഇവിടെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ബാർ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് ഇതിനൊക്കെ ഓരോ ഡിവിഷൻ്റെ ഉള്ളിൽ കൊടുന്ന് വെക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ എന്താണ് ഒരു ഡിവിഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. ആ ഡിവിഷൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് പറഞ്ഞു, ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തു, പ്രോഗ്രസ് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ട്. ഈ പ്രോഗ്രസ് കണ്ടെയ്നർ എന്തിനാണെന്ന് വെച്ചാൽ ആ പ്രോഗ്രസിൻ്റെ എല്ലാ എലമെൻസും വരേണ്ടത് ഈ ഒരു ഒറ്റ ഡിവിഷൻ്റെ ഉള്ളിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഒരു ബാറും അതുപോലെ തന്നെ ഈ 1 2 3 4 എന്ന് പറയുന്ന സംഭവങ്ങളും അതേപോലെ പ്രീവ്യൂ ഇതുവരെയുള്ള സംഭവങ്ങൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് ഇതുവരെയുള്ള സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ബട്ടൺ അല്ലാത്ത ഇതുവരെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒരൊറ്റ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, വരണം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ആദ്യം വേണ്ടത്, ഈ ഒരു ലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഡിവിഷൻ വേണം. സോ ഞാൻ എന്ത് പറഞ്ഞു, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിവിഷൻ കൊടുത്തു. ഞാൻ എന്താണ് അതിന് ക്ലാസ് ഓക്കെ, നമുക്കൊരു ക്ലാസ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇപ്പോൾ നമുക്കതിന് ഔട്ട്പുട്ട് കാണാൻ കഴിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തു. അതിനെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, നമുക്ക് കാണാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഡിവിഷൻ 1 എന്ന് പറഞ്ഞു. ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിബ് ഓപ്പൺ ചെയ്തു. അതിനെ ഞാൻ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. 4 വരെയാണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 1 1 1 എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇതിനെ ഞാൻ 2 ആക്കി, 3 ആക്കി, 4 ആക്കി. നമുക്കെന്താണ് 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റി അല്ലേ. ഇനി ഇതിന് താഴെ നമുക്കെന്താണ് വേണ്ടത്, ബട്ടൺ വേണം. ആ ബട്ടൺ കിടക്കുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്, നമ്മളുടെ മെയിൻ പ്രോഗ്രസ് കണ്ടെയ്നറിൻ്റെ ഉള്ളിലല്ല, മെയിൻ കണ്ടെയ്നറിൻ്റെ ഉള്ളിലായിരിക്കും. സോ നമ്മളെന്ത് പറഞ്ഞു, ഇവിടെ BUTTON ബട്ടൺ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ്, ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് നമുക്കൊരു പ്രീവിയസ് ബട്ടനാണ് വേണ്ടല്ലേ. ഞാനെന്ത് പറഞ്ഞു, പ്രീവിയസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കിവിടെ പ്രീവിയസ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടി. ഇനി നമ്മളെന്താണ് അതിനെ കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു, പ്രീവിയസ്, പിന്നെന്താണ് നമുക്ക് വേണ്ടത്, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വന്നു. സോ നെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ CSS അപ്ലൈ ചെയ്യണം, എല്ലാത്തിനും CSS അപ്ലൈ ചെയ്യണം. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 1 2 3 നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഹൊറിസോണ്ടലി കിടക്കണം, നമുക്ക് എന്താണ് വെർട്ടിക്കലി ആക്കണം. സോ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ അലൈൻ ചെയ്യാനുണ്ട്. പിന്നെ അതിനെന്ത് ചെയ്യണം, ഒരു ബോർഡർ കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ ബട്ടൻ്റെ കളർ, റേഡിയസ്, ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ബട്ടൻ്റെ ഒരു ചെറിയൊരു ട്രാൻസിഷൻ അപ്ലൈ ആകുന്നുണ്ട്, ഒന്നിങ്ങനെ ചെറുതായി വലുതാകുന്ന ഒരു എഫക്റ്റ് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ്, ഇതിനൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫൈൻ ചെയ്യാണ്. സോ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമ്മളെന്താണ്, ഇതിനെ പ്രോഗ്രസ് എന്ന് പറഞ്ഞു. ഈ ബാറിനെയാണ് കേട്ടോ നമ്മൾ പ്രോഗ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലൈനിങ്ങിന് വരുന്നില്ലേ, അതിനെയാണ് പ്രോഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ക്ലാസ് നമ്മളെ ഫസ്റ്റ് ആ ഒരു 1 എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മളെന്ത് പറഞ്ഞു, സർക്കിൾ എന്ന് പറഞ്ഞു. സർക്കിൾ എന്ന് പറഞ്ഞു. സോ ഈ ക്ലാസ് തന്നെ ആയിരിക്കും എന്തിനും എല്ലാത്തിനും ഒരേ സെയിം സംഭവമാണ്, സെയിം സ്റ്റൈലാണ്. സോ ഞാൻ എന്ത് പറഞ്ഞു, എല്ലാത്തിനും സെയിം ക്ലാസ് കൊടുത്തു, സർക്കിൾ എന്ന് പറഞ്ഞു. 3ക്കും ഞാൻ എന്ത് പറഞ്ഞു, സർക്കിൾ എന്ന് പറഞ്ഞു. 4നും ഞാൻ എന്ത് പറഞ്ഞു, സർക്കിൾ എന്ന് പറഞ്ഞു. ഇനി ആക്റ്റീവ് ആയിട്ടുള്ളതിന് വേണ്ടി മാത്രം നമ്മൾ എന്താണ്, ഒരു റൗണ്ട് ഇങ്ങനെ അപ്ലൈ ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ്, ഈ സർക്കിൾ ഏതിനാണോ ആക്റ്റീവ് ആയിട്ടുള്ളത് അതിനൊരു ക്ലാസ് കൂടി കൊടുത്തു, ആക്റ്റീവ് ക്ലാസ്.
സോ ഈ ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുക. ഈ ക്ലാസ്സിനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ആക്റ്റീവ് ക്ലാസ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഇങ്ങനെ റൗണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന് പറഞ്ഞു കൊടുക്കുക ഈ ആക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ആക്റ്റീവിനെ ഓരോ ക്ലാസ്സിലും കൊണ്ടിടുക എന്നുള്ളതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് രണ്ടും ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇത് രണ്ടിനും ഇതുപോലെ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അത് ഡോം യൂസ് ചെയ്തിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ബട്ടനും നമുക്ക് എന്ത് വേണം, സെയിം ക്ലാസ് ആണ്, സെയിം സ്റ്റൈലാണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ ഞാൻ എന്ത് പറഞ്ഞു, ബട്ടൺ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ്, നമുക്ക് നേരെ CSSലേക്ക് നമുക്ക് പോവാം. അപ്പോൾ CSSലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഒരു CSSൻ്റെ ഒരു ഫയൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് പറഞ്ഞു, style.css എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള പേരുകൾ നിങ്ങൾക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മളെ CSSൻ്റെ ഫയൽ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ്, അതിന് നമ്മളുടെ ഈ പ്രൊജക്റ്റിലേക്ക് വിളിക്കണം, കോൾ ചെയ്യണം. അപ്പോഴുള്ളൂ നമ്മൾ ഈ ഓരോ ക്ലാസ്സിലും എഴുതിയിട്ടുള്ള CSS എന്തിന് അപ്ലൈ ആകുക, നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ അതിനാൽ ഞാൻ എന്താണ് പറയുന്നത്, ഇവിടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊടുത്തു. അതിൻ്റെ റിലേഷൻ എന്താണ്, സ്റ്റൈൽ ഷീറ്റ് ആണെന്ന് കൊടുത്തു. HREFൽ നമ്മൾ എന്താണ്, നമ്മളെ സ്റ്റൈൽ ഷീറ്റിൻ്റെ പേര് കൊടുത്തു. അതിനെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ആ ഡിവിഷനെ ഇവിടെ സെൽഫ് ക്ലോസിങ് കൊടുത്തു. ഡിവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ CSS ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരുന്നതായിരിക്കും. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കംപ്ലീറ്റ് ബോർഡിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സംഭവങ്ങളെയും നമുക്ക് എന്ത് വേണം, കംപ്ലീറ്റ് എലമെൻറ്റ്സിനെയും സെൻറ്റർ ചെയ്യണം അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രോഗ്രസ് ബാറിൽ സെൻറ്ററിലാണ് കിടക്കുന്നത്. സോ ഇതിനെ കിടക്കുന്നത് എവിടെയാണ്, ഇത് ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റ് അലൈൻഡ് ആണ്. അപ്പോൾ നമുക്കിതിനെ സെൻറ്ററിൽ കൊണ്ടുവരണം. സോ നമ്മുടെ CSSൽ നമ്മൾ ആദ്യം പറഞ്ഞു, എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനം നമ്മുടെ CSSൽ നമ്മൾ എഴുതണം. എന്ത് സ്റ്റാർ ഇട്ടിട്ട് എന്ത് പറയണം, ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു CSS നമ്മൾ എന്തായാലും എഴുതണം. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ബോഡി ടാഗിനാണ്. ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ബോഡിയുടെ സെൻറ്ററിലാണ്. ബോഡി എന്ന് പറയുന്നത് ഈ വൈറ്റ് പാർട്ട്, നമ്മളുടെ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ബോഡി പാർട്ട് എന്ന് പറയുന്നത്. സോ ഗൈസ് എന്താണ്, വീഡിയോൻ്റെ ലെങ്ത് കൂടി വരുന്നുണ്ട്. സോ ഇതിൻ്റെ CSSൻ്റെ ബാക്കി ക്ലാസ് നമ്മളെ പ്ലേലിസ്റ്റിൽ CSSൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.